ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ നിനക്ക് പറ്റിയേ? എന്റെ അച്ഛനാരാ? എന്റെ അച്ഛന്റെ പേരെന്താ അമ്മേ? ഇതെന്താ നീ ഇപ്പൊ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? അമ്മ എന്റെ പെറ്റമ്മ തന്നെയാണെന്ന് എനിക്കറിയാം. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അച്ഛനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരാ അത്? എന്താ പറയാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ വേറൊരു കാര്യം അറിഞ്ഞാൽ മതി എനിക്ക്. കാതയുടെ അച്ഛൻ തന്നെയാണോ എന്റെ അച്ഛൻ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത്? ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചോദിപ്പിക്കുന്നത്? ഗോപാലനാണോ? എന്നെ കൊണ്ട് ആരും ചോദിപ്പിക്കുന്നതല്ല. എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാ. അമ്മ സത്യം പറയ, ഗാഥയും ഞാനും ഒരച്ഛന്റെ മക്കളാണോ? എവിടെയൊക്കെ നടന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നതും കേട്ട് നേരെ എന്റെ മുന്നിലേക്ക് വന്നോളൂ. പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ നിന്നോട് പറയും. അതല്ലാതെ അമ്മേ, ഞാൻ ചോദിക്കുന്നത് എന്റെ അച്ഛനെ കുറിച്ചാ. അതിനുള്ള അവകാശം എനിക്കില്ലേ? എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഒരവകാശം ഇല്ലാത്ത ഒരുത്തി ഈ ഞാനാ. എന്താ ചോദ്യം ചോദിച്ച് എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാരും കൂടി. മോളെ, മോളങ്ങകത്തു പോ. ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അവശേഷിച്ച ജീവനുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടിയാണെന്ന് കരുതിയാ ഞാൻ നടക്കുന്നേ. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാനാണെങ്കിൽ എന്തിനു ഓപ്പറേഷൻ നടത്തി എന്നെ ജീവിപ്പിച്ച്? പറഞ്ഞാ മനസ്സിലാവില്ല. ഒരുത്തർക്കും ഒന്നും മനസ്സിലാവില്ല. തങ്കം, എന്താ മോളെ അമ്മയോട് ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ? ഞാൻ അത്ര വലിയ തെറ്റാണോ ചോദിച്ചത്? അല്ല, അച്ഛൻ ആരാന്നറിയേണ്ടത് ഒരു കുഞ്ഞിന്റെ അവകാശ. അത് നിഷേധിക്കാൻ പറ്റില്ല. തങ്കത്തിനോട് 1-2 തവണ ഞാനും ചോദിച്ചതാ മോളെ. അന്നും തങ്കത്തിന്റെ പെരുമാറ്റം ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. ഒരു കാര്യം സത്യ, പറയാൻ തങ്കം പേടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. അത് തങ്കത്തിന്റെ ജീവനെ പേടിച്ചിട്ടായിരിക്കില്ല, നിന്നെ കുറിച്ചായിരിക്കും ആ പാവത്തിന് പേടി. ഗോപാലമാമ, മോളിനി ഒന്നും ചോദിക്കണ്ട. അമ്മയ്ക്ക് പറയാൻ ഇഷ്ടമുള്ളപ്പോ മോളോട് പറയട്ടെ. എന്താ?